ഹലോ, ലിസ്വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്ക്കാൻ പോകുന്നത് ഒരു ഡംഗറി ഡ്രസ്സിൻ്റെ ഉള്ളിലിടുന്ന ഒരു ടോപ്പാണ്. അതിനായിട്ട് 11 ഇഞ്ച് വണ്ണത്തിൽ തുണി 4 മടക്കി ഇട്ടിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്കൊരു 26 ഇഞ്ച് ഇറക്കം അതിനിടുന്ന ഉള്ളിലേക്ക് താഴോട്ട് ഇറങ്ങി കിടക്കാം. പിന്നെ വേണമെന്ന് വരികിൽ വല്ല ജീൻസിൻ്റെയൊക്കെ മുകളിലായിട്ട് ടോപ്പായിട്ട് വേണമെങ്കിൽ ഇതിടാൻ പറ്റും. അതുകൊണ്ടാണ് ഇച്ചിരി ഇറക്കത്തിലെടുത്തിരിക്കുന്നത്. അപ്പം ഒരു 26 ഇഞ്ച് ഇറക്കമാണ് നമുക്ക് വേണ്ടിയത്. അതിന് വേണ്ടി നമ്മളിപ്പോൾ എടുക്കുന്നത് 27 അടിയിലും മുകളിലും കുറച്ച് തയ്യൽത്തും പോകും അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒരു 7.5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. താഴോട്ട് കൈക്കുഴിയും 7.5 തന്നെ എടുക്കാം. ഇനി അത് ബോക്സ് പോലെ ആക്കിയിട്ട് നമുക്ക് കൈക്കുഴി വെട്ടിയെടുക്കാം. ഇനി ഇത് വരയ്ക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന അത്രയും ഭാഗം തുണി നമുക്ക് ഇങ്ങോട്ട് മുറിച്ചെടുക്കാം. ഇതൊരു മീഡിയം ലാർജ് സൈസിലുള്ളവർക്ക് ഉപയോഗിക്കാൻ തരത്തിലാണ് ഇത് നമ്മൾ ഈ തുണി എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു 33 ഇഞ്ച് വണ്ണത്തിൽ ഉള്ള ആൾക്കാണ് നമ്മളിവിടെ തയ്ക്കുന്നത്. അപ്പം നമുക്ക് 33-ൻ്റെ ഒരു 3 ഇഞ്ച് കൂടെ കൂട്ടി 36 വരുമ്പോൾ നമുക്ക് വണ്ണം വേണ്ടിയത് 18 ഇഞ്ച് വണ്ണം മതി. ഇത് 18-ൻ്റെ കൂടെ ഇപ്പം കുറച്ചുകൂടെ കൂടുതലാണ് 18, 19, 20 വരെയുള്ള വണ്ണം ഈ വീതിയിലുള്ള തുണി എടുത്താൽ നമുക്ക് അതുകൊണ്ട് തയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു 13 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു 2 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യാം. താഴെ നമുക്ക് വണ്ണം കുറയ്ക്കേണ്ടിയില്ല, 11 ഇഞ്ച് തന്നെയാണ് വണ്ണത്തിലെടുക്കുക. അതിന് പക്ഷേ താഴെ നിന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്യുക. നമ്മൾ 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ നിന്നും താഴ്ഭാഗത്തേക്ക് താഴത്തെ കോർണറിലേക്ക് ഷേപ്പിൽ വരച്ചെടുക്കണം. മാർക്ക് ചെയ്തതിൽ വെട്ടിയെടുക്കാം. സെൻറ്റർ മാർക്ക് ചെയ്യാം. ഇനി 2 പീസും വെവ്വേറെ എടുക്കണം. എന്നുവെച്ചാൽ ഫ്രണ്ടും ബാക്കിൻ്റെ കഴുത്ത് നമ്മൾ എടുക്കുന്നത് വ്യത്യസ്തമായതുകൊണ്ട് രണ്ടിനും വെവ്വേറെ വേണം കഴുത്ത് വെട്ടാനായിട്ട്. ഇനി നമ്മൾ കഴുത്താണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. ബാക്ക് പീസും ഫ്രണ്ട് പീസിനും കഴുത്ത് വ്യത്യാസമുണ്ട്. അകലം ഒരുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് 3 ഇഞ്ച് അകലം എടുക്കാം. താഴ്ച ഫ്രണ്ട് പീസിന് 3, ബാക്ക് പീസിന് 1. ഇനി നമുക്കത് ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി വരച്ചതിൽ വെട്ടിയെടുക്കാം. അടുത്തതായിട്ട് കൈയാണ് വെട്ടാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ നീളം കണക്കാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 9 ഇഞ്ച് നീളവും വീതി 11 ഇഞ്ചോളം വരും. ഇതിന് കുറച്ച് ഞൊറിയൊക്കെ വരുന്നതുകൊണ്ടാണ് അത്രയും വീതി കൂടുതലെടുത്തിരിക്കുന്നത്. മുകളിലും വരും, അടിയിലും ഞൊറി വരും. ഇത് നമ്മൾ 4 മടക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ, കൈക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 2 കൈക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അതിന് താഴെയോട്ടൊരു 3.5 ഇഞ്ച് ഷേപ്പ് വരുത്താൻ വേണ്ടി 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ താഴത്തെ വണ്ണവും കുറച്ച് കുറയ്ക്കാം. അവിടെ ഞൊറി ഇടേണ്ടതാണ് എങ്കിൽ തന്നെ ഒരു 1.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം. ഇനി നമുക്കത് ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി മാർക്ക് ചെയ്തതിൽ വെട്ടിയെടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്യാം, അടിഭാഗവും. ഇനി കൈയുടെ അടിയിൽ വെക്കാനുള്ള ഒരു പടി നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമ്മൾക്ക് കൈക്കും കഴുത്തിനും വെക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രില്ലടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് വീതിയിൽ നമ്മൾ തുണി 3 പീസ് വെട്ടിയെടുത്തിരിക്കുകയാണ്. 3 പീസ് എന്ന് പറയുന്ന ആ തുണിയുടെ വീതി 44 ഇഞ്ച് വീതിയിലുള്ള ആ തുണിയുടെ അത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 3 പീസ് എടുത്തിരിക്കുന്നത്.
നമ്മൾ ബാക്ക് പീസിന് തുറപ്പിടുകയാണ് ചെയ്യുന്നത്, ഓപ്പൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അതിന് നമ്മൾ ചെറിയൊരു വീതി കുറഞ്ഞൊരു പീസ് മുറിച്ചെടുത്തിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് സെൻറ്റർ കണക്കാക്കി വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ രണ്ടിൻ്റെ സൈഡിൽ കൂടെ ഒരു ഒരു 4 ഇഞ്ച് വിട്ട് അടിച്ചു കൊടുക്കുക. അടിച്ച് അവിടെ കൊണ്ടുപോയി കൂട്ടി വയ്പ്പിക്കുക. അവിടെ ഒരു ചെറിയ ബി ഷേപ്പിൽ കൊണ്ടുപോയിട്ട് യോജിപ്പിക്കുക. പടി അടിച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ 2 സൈഡും തുമ്പൊളിച്ച് തയ്ച്ചിട്ടുണ്ട്. കാരണം അത് ഉള്ളിലേക്ക് പോകേണ്ടതാണേലും അത് തുമ്പ് പോകുന്നതുകൊണ്ട് തുമ്പൊളിച്ചു ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ നടുഭാഗത്തൂടെ മുറിച്ച് കൊടുക്കാം. ആ പടി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടെ, നല്ല പീസിൽ കൂടിയല്ല, പടിയുടെ മുകളിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതൊന്ന് പ്രസ് ചെയ്ത് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. വെച്ചിരിക്കുന്ന പീസ് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അവിടെ വേണമെങ്കിൽ കൈകൊണ്ട് തുന്നി കൊടുക്കുക, അതിന് പോരാതിരിക്കാൻ. ഇല്ലെങ്കിൽ ഷോൾഡർ അടിക്കുമ്പോൾ ആണെങ്കിലും നിന്നോളും, അടിപ്പ് കാണാതിരുന്നോളും. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്കി കൂടെ കൂട്ടിപ്പിടിപ്പിക്കുക, ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് മറ്റേ പീസ് കൂടെ എടുത്തു വെച്ച് ഷോൾഡർ തമ്മിൽ കൂട്ടിപ്പിടിപ്പിക്കുക. ഷോൾഡർ തയ്ക്കുമ്പോൾ പിന്നെ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് കുറച്ച് ചെരിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. ഷോൾഡർ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൈയാണ് ഷോൾഡറിലേക്ക് പിടിപ്പിക്കേണ്ടത്. കൈയുടെ മുകളിൽ ഞൊറി ഇട്ട് കൊടുക്കണം. 2 സൈഡിലേക്കും സെൻറ്ററിൽ നിന്ന് ഞൊറി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അടിയിലും ഞൊറി ഇട്ട് കൊടുക്കുക. അടിഭാഗത്തെ ഞൊറി ഇട്ടതിന് ശേഷം ഒരു പടി പിടിപ്പിച്ചു കൊടുക്കുക. ആദ്യം ഒന്നടിക്കുക, പിന്നെ ഉള്ളിലേക്ക് പോയിട്ട് ഒന്നും കൂടെ അടിച്ച് തുമ്പൊളിച്ച് അടിച്ചു കൊടുക്കുക. അങ്ങനെ കൈയുടെ പടി അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൈ രണ്ടും ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ചൊക്കെ വെട്ടാം. അവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കുക. കാരണം വെക്കുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബോഡി പാർട്ടിൻ്റെയും അതിൻ്റെ ഫ്രണ്ട് പീസിൽ നമ്മൾ ചെറുതായിട്ട് കയറ്റി വെട്ടിയെടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 1/2 ഇഞ്ച് കയറ്റി കൈക്കുഴി വെട്ടിയെടുക്കാം. ഇനി നമുക്ക് കൈ പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കൈ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫ്രില്ല് അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 2.5 ഇഞ്ച് വീതിയിൽ തുണി എടുത്തിട്ട് അതിൽ നമ്മൾ ചെറുതായിട്ട് ഞൊറി ഇട്ട് കൊടുത്തിരിക്കുക. അതിൻ്റെ ഒരു സൈഡ് ഓവർലോക്കും ചെയ്തിട്ടുണ്ട്. അതിന് കൈ പിടിപ്പിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണമെങ്കിൽ ആ ഫ്രില്ല് ആദ്യം അങ്ങ് അടിച്ചു കൊടുക്കാം. 2 വശവും അതുപോലെ തന്നെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ പിടിപ്പിക്കാം. നമ്മൾ ആ ഫ്രില്ല് പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് കൈ പിടിപ്പിക്കുന്നത്. കൈയുടെ സെൻറ്ററും അതിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്ററും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് കൈയുടെ നമ്മൾ ഫ്രണ്ട് വെട്ടി വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫ്രണ്ടിലേക്ക് വരത്തക്ക വിധത്തിൽ വെച്ച് തയ്ക്കാം. 2 കൈയും അതുപോലെ തയ്ച്ചെടുക്കാം. 2 കൈയും പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കഴുത്തിന് ഫ്രില്ലാണ് വെക്കാനായിട്ട് പോകുന്നത്. അത് കഴുത്തിൻ്റെ നല്ല വശത്ത് നിന്നും ആണ് പിടിപ്പിച്ചു തുടങ്ങേണ്ടത്. അങ്ങനെ ചുറ്റോടി ചുറ്റും വെച്ച് കൊടുക്കാം. ഈ കഴുത്തിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഫ്രില്ല് തയ്ച്ചിരിക്കുന്നത് ഒരു 3 ഇഞ്ച് വീതിയിൽ തുണിയെടുത്തിട്ട് അത് നടുവേ മടക്കി കൊടുക്കുക. നടുവേ മടക്കി കൊടുത്തിട്ട് അങ്ങനെ ഞൊറിഞ്ഞ് തയ്ച്ചെടുത്തിരിക്കുന്നതാണ് ഇത്. ഇതാണ് നമ്മൾ കഴുത്തിന് വേണ്ടി കഴുത്തിലായിട്ട് നമ്മൾ ഒന്നിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ക്രോസ് പീസായിട്ട് കുറച്ച് കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്രോസ് പീസ് നമ്മളിപ്പോൾ അടിച്ചിട്ടില്ലേ, ആ അടിച്ചിരിക്കുന്നതിൻ്റെ അതിലേ കൂടെ തന്നെ ഒന്നടിച്ചു കൊടുക്കുക. നമ്മളിപ്പം ഫ്രില്ല് പിടിപ്പിച്ചു. അതിൻ്റെ മുകളിലേക്ക് ക്രോസ് പീസായിട്ടുള്ള ഒരു പീസും കൂടെ പിടിപ്പിച്ചു. ഈ ക്രോസ് പീസ് വെക്കുന്നത് ക്രോസ് പീസ് തന്നെ ആയിരിക്കണം. ആ പടി വെക്കുന്നത് മറിഞ്ഞു വരുമ്പോൾ പിന്നെ ചുളിവ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേ സ്ഥാനത്ത് ഫ്രില്ല് വെക്കുന്നതിന് നമ്മൾ ക്രോസ് ഒന്നും വേണമെന്നില്ല, നേരെയുള്ള പീസ് തന്നെ വെച്ചാൽ മതി. അത് ഞൊറി ഇടുമ്പോൾ നമുക്കത് അവിടെ ആവശ്യത്തിന് വളഞ്ഞു കിട്ടിക്കോളും. പിന്നെ 2ൻ്റെയും തുമ്പ് ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ 2ൻ്റെയും തുമ്പ് നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടിയത് ക്രോസ് പീസായിട്ടുള്ള പിടിപ്പിച്ചിരിക്കുന്നത്
ഉള്ളിലേക്ക് ഒരു മടക്ക് മടക്കി അടിച്ചു കൊടുക്കണം. അതിൻ്റെ സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഫ്രില്ല് അങ്ങനെ മുകളിലേക്ക് നിന്നോളും. താഴേക്ക് വരുന്ന ഫ്രില്ലല്ല, മുകളിലേക്കാണ് വരുന്നത്. അത് നമ്മൾ അടിയിലേക്ക് പടി മടക്കിയും കൂടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ തുമ്പൊളിച്ചു പോയി, ഒരിടത്തും തുമ്പൊന്നും കാണിയാല, ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് വണ്ണമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് നമ്മൾ വണ്ണം ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ച് നമുക്ക് കൂട്ടാം. ഇവിടെ വണ്ണം 33 വണ്ണമുള്ളതാണ് ഞാൻ തയ്ക്കുന്നത്. ആ 33 വണ്ണം ഉള്ളപ്പം 33ൻ്റെ കൂടെ 3 കൂടെ കൂട്ടുക. 33 3 36. അതിൻ്റെ പകുതി 18 നമ്മളവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പം മുകളിലത്തെ വണ്ണം 18. ഇനി ഇടവണ്ണം ഇപ്പം നമ്മളിവിടെ 18 എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 3 കൂടെ കുറയ്ക്കുക. അപ്പോൾ 15. ഈ ടോപ്പിന് ഇറക്കം കുറവാണെങ്കിലും നമ്മൾ സ്ലിറ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് ഇതിനൊരു 21 ഇഞ്ച് വണ്ണം വേണം. കാരണം അടികൊണ്ട് ലൂസായി കിടക്കണ്ടേ, ഒത്തിരി ടൈറ്റ് അവിടെ കൊണ്ട് കൊള്ളിയിടാം. അപ്പം നമ്മൾ അവിടെ എടുക്കുന്നത് 21 വണ്ണമാണ് അടിയിൽ കൊണ്ട് എടുക്കുന്നത്. ഇനി കൈയുടെ വണ്ണം ഒരു 5.5. ഈ വണ്ണം ഉള്ളവർക്ക്, ഈ 33 ഇഞ്ച് വണ്ണം ഉള്ളവർക്ക് ഇതൊക്കെ മതി. അതിൻ്റെ കണക്കാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 5.5 ഇഞ്ച് കൈയുടെ വണ്ണം. ആ വണ്ണം ആ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം കൂടെ ഇനി താഴെയോട്ട് അതിൻ്റെ തന്നെ അടിച്ചു വിട്ടാൽ മതി. അങ്ങനെ അടിച്ചു വിട്ടതിന് ശേഷം ഇനി ചെയ്യേണ്ടത് നമ്മൾ അടിക്കുകയാണ്. അടി നമ്മൾ കുറച്ച് മോൾ ഭാഗം കയറ്റി വെട്ടിയടിക്കുകയാണ്. അത് ആദ്യം ഒന്ന് ചെറുതായിട്ട് പടി അടിക്കണം. അതിന് ശേഷം രണ്ടാമത് ഒന്നും കൂടെ മടക്കി അടിക്കണം. അങ്ങനെ അതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് തയ്ച്ച് കഴിഞ്ഞു.